ഇതാണ് സൗദി അറേബ്യയിലെ അൽഹസയിലെ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമുക്ക് ഈ റിയാദിലേക്കും ദമാമിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, ടിക്കറ്റ് എടുക്കാം, പിന്നെ ഇവിടെ വന്നിട്ടും ചെയ്യാം. ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഒരു 3/4 മണിക്കൂർ മുന്നെയെങ്കിലും വരണം, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല. കാരണം അരമണിക്കൂർ മുന്നേ ഇവർ ഇവിടെ ക്ലോസ് ചെയ്യും. പിന്നെ ഓൺലൈനാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ റിയാദിലേക്കാണ് പോകുന്നത്. രാവിലെ ആയിരുന്നു ട്രെയിന്, അതുകൊണ്ട് ഞങ്ങൾ അരമണിക്കൂർ മുന്നേ എത്തി. ഇതാണ് എൻട്രൻസ്, ഉള്ളിലേക്ക് കയറുന്ന വഴി ഇതാണ്. ഈ ഭാഗത്താണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അവിടെ തന്നെ ലഗേജ് ചെക്ക് ചെയ്യാൻ. ഇത്ര 10 കിലോളം ഒരു ടിക്കറ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. പിന്നെ ഈ സൈഡിൽ കഫ്റ്റേരിയയാണ്. കയറുമ്പോൾ തന്നെ നല്ല കോഫിയുടെ മണമാണ് കേട്ടോ. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ലഗേജും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരെ ടിക്കറ്റ് പരിശോധിക്കുന്ന അവിടത്തേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടുന്ന് ഇവർ ടിക്കറ്റ് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലോഞ്ചിലേക്ക് പോകേണ്ടത്. ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് പ്ലാറ്റ്ഫോമിലൊന്നും പോകാൻ പറ്റില്ല. ട്രെയിനിൽ കയറേണ്ട സമയമാകുമ്പോൾ മാത്രമേ അങ്ങോട്ടേക്ക് കടത്തി വിടുകയുള്ളൂ. ഇതാണ് കേട്ടോ VIP ലോഞ്ച്. ഇവിടുന്ന് നേരെ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് കാണുന്ന അതാണ് കേട്ടോ പ്ലാറ്റ്ഫോം. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് പോകേണ്ടത്. ഏകദേശം നമുക്ക് എയർപോർട്ടിൽ പോയാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളൂ. ഇത് റെയിൽവേ സ്റ്റേഷനാണെന്ന് മനസ്സിലാവുകയില്ല. ഇതാണ് കേട്ടോ ഇവർ പ്രാർത്ഥനാലയം. ഇവിടെ പ്രാർത്ഥിക്കുക, ലേഡീസിന് വേറെ ജെൻസിന് വേറെ, അങ്ങനെ ഇത് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. പിന്നെ നേരെ നമ്മൾ പോയി ഇവിടെയും ഓഫീസേഴ്സ് ഉണ്ടാവും. അവർ നമ്മളെ ടിക്കറ്റൊക്കെ നോക്കി എവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞുതരും. ദമാമിലേക്ക് പോകേണ്ട അവർ സെപ്പറേറ്റ്, അവിടെ റിയാദിലേക്ക് പോകേണ്ടത് വേറെ, അങ്ങനെ പറഞ്ഞു തരും. നമ്മളവിടെ ഇരിക്കുക. ട്രെയിന് വന്ന് അതിൽ നിന്ന് യാത്രക്കാരൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മളെ അങ്ങോട്ടേക്ക് കയറ്റുള്ളൂ കേട്ടോ. ഇവർ നല്ല ഇതായിരുന്നു കേട്ടോ. ഇത് പൊതുവേ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ലതായിരുന്നു. ഞങ്ങളോട് ചോദിച്ചു ഇന്ത്യക്കാരാണോ കേരളക്കാരാണോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അല്പസമയം ഇവിടെ ഇരുന്നു. പെട്ടെന്ന് തന്നെ ട്രെയിന് വന്നു. അതിൽ നിന്ന് യാത്രക്കാരൊക്കെ ഇറങ്ങി അതൊക്കെ പോകുന്നത് കണ്ടോ. അവർ പോയതിന് ശേഷമാണ് ഈ ലിഫ്റ്റ് വഴി നമ്മൾ മേലേക്ക് കയറുക. ഇതൊരു ഓവർ ബ്രിഡ്ജ് കടക്കണം, അതിനാണ് ഈ ലിഫ്റ്റ് വഴി നമ്മൾ പോകുന്നത്. ഇത് കടന്ന് വേറൊരു ലിഫ്റ്റ് വഴി നമ്മൾ താഴേക്ക് ഇറങ്ങും. 2 ട്രെയിനാണ് വന്നിട്ടുള്ളത്, ഒന്ന് ദമാമിലേക്കോ ഒന്ന് റിയാദിലേക്കോ. തിക്കും തിരക്കും ബഹളവും ഒന്നുമില്ല കേട്ടോ. ഒറ്റക്കാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം ഇവർ പറഞ്ഞു തരും കറക്റ്റായിട്ട്. എല്ലാ സ്ഥലത്തും ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് അവർ നമ്മളെ ഗൈഡ് ചെയ്യും. എവിടെ പോകണം, ഏത് കമ്പാർട്ട്മെൻറ്റ് കയറണം, എല്ലാം നമുക്ക് അവർ പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ആൾക്കാരാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് നോക്കണം. ലീവുള്ള സമയമാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഡബിൾ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് 2 തരം ടിക്കറ്റാണുള്ളത്, ഒന്ന് എക്കണോമിക്കും പിന്നെ ബിസിനസ് ക്ലാസ്സും. അപ്പം ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് ബിസിനസ് ക്ലാസ്സിലൊക്കെ വരണമെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പോകുമ്പം തന്നെ റിട്ടേൺ ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ സൗകര്യമാണ് കേട്ടോ. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വരുന്ന അവിടെ തന്നെ ഓഫീസേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ നമ്മളെ ടിക്കറ്റ് നോക്കി അവർ പറഞ്ഞു തരും എവിടെയാണ് നമ്മൾ കയറേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ അതിലങ്ങ് കയറിയാൽ മതി. നാട്ടിലെ മാതിരി ഓടിപ്പിടിച്ച് അങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല. എല്ലാം സാവധാനത്തിലാണ് കേട്ടോ. എല്ലാവരെയും കയറി എല്ലാവരെയും സീറ്റിലിരുന്ന് അങ്ങനെയൊക്കെ അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ട്രെയിന് വിടുക. ഇപ്പം നിങ്ങൾ കണ്ടത് പുറത്തുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല മരുഭൂമിയിൽ കൂടെയാണ് പോകുന്നത്. ഇതാണ് ട്രെയിനിൻ്റെ ഉൾവശം. ഞാൻ മൊത്തം എടുത്തില്ല, കാരണം സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. ആ കാണുന്ന സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരും നമ്മൾ എവിടെയാണ് പോകുന്നത്, എവിടം വരെ എത്തിയെന്ന്. ഇത് റിയാദിലെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സ്പേസും നല്ല വലുപ്പമുള്ള, നമ്മൾ എയർപോർട്ടിൽ എങ്ങനെയാണോ അതേപോലെയുള്ളതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ഇതിൻ്റെ മുൻവശം. ഇവിടെയൊക്കെ ആയ ഒരു മകുടം പോലെയുള്ള
അതുകൊണ്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട്. എക്കണോമിക് ക്ലാസ്സിൽ ഹസേന്ന് റിയാദിലേക്ക് യാത്ര ചെയ്യാൻ 90 റിയാലാണ് വരുന്നത്. ഇതുവരെ ഇവിടെ വന്നിട്ട് ട്രെയിൻ യാത്ര ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒരു പ്രാവശ്യമെങ്കിലും ട്രെയിനിൽ കയറണം.